നമസ്സർവേഭ്യഃ. തന്റെ മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും അർജുനൻ ഭഗവാൻ കൃഷ്ണന് മുന്നിൽ പൂർണ്ണമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഭഗവാനെ തന്റെ ഗുരുവായി സ്വീകരിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്ത അർജുനൻ ഒരു പടയാളി എന്ന നിലയിലുള്ള തന്റെ കർത്തവ്യത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്ന സന്ദർഭമാണിത്. ഈ ഘട്ടത്തിൽ യുദ്ധക്കളത്തിലെ ദൃശ്യങ്ങൾ കൊട്ടാരത്തിലിരുന്ന് ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്ന സഞ്ജയൻ അർജുനന്റെ നിശ്ചയദാർഢ്യമില്ലായ്മയെയും അതിനോടുള്ള ഭഗവാന്റെ പ്രതികരണത്തെയും കുറിച്ച് സംസാരിക്കുന്നു. അർജുനൻ മൗനത്തിലേക്ക് കടക്കുന്നതും ഭഗവാൻ ഉപദേശം തുടങ്ങാൻ തയ്യാറെടുക്കുന്നതുമായ ഒരു സന്ധിയാണിത്. 9-10 ശ്ലോകങ്ങൾ നമുക്ക് കേൾക്കാം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. വരികളുടെ അർത്ഥം നോക്കാം. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപ. ഏവം ഇപ്രകാരം, ഉക്ത്വാ പറഞ്ഞിട്ട്, ഹൃഷീകേശനോട് അതായത് ശ്രീകൃഷ്ണനോട്, ഗുഡാകേശഃ അർജുനൻ, പരന്തപ ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രരെ അഭിസംബോധന ചെയ്യുകയാണ്. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. നയോത്സ്യ ഞാൻ യുദ്ധം ചെയ്യില്ല, ഇതി എന്ന്, ഗോവിന്ദനോട്, ഉക്ത്വാ പറഞ്ഞിട്ട്, തൂഷ്ണീം മൗനമായി, ബഭൂവഃ ഇരുന്നു, ആയിത്തീർന്നു. സഞ്ജയൻ പറഞ്ഞു, ഹേ രാജാവേ, അതായത് ധൃതരാഷ്ട്രരെ, ശത്രുസംഹാരകനായ അർജുനൻ ഹൃഷീകേശനോട് ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഗോവിന്ദനോട് തറപ്പിച്ചു പറഞ്ഞ് മൗനിയായി ഇരുന്നു. അടുത്ത ശ്ലോകം കേൾക്കാം. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അർത്ഥം നോക്കാം. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. തം അവനോട്, അതായത് അർജുനനോട്, ഉവാച പറഞ്ഞു, ഹൃഷീകേശഃ ശ്രീകൃഷ്ണൻ, പ്രഹസൻ ചിരിച്ചുകൊണ്ട്, ഇവ എന്ന പോലെ, ഭാരത ഹേ ധൃതരാഷ്ട്രരെ, സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. സേനയോഹോ രണ്ട് സൈന്യങ്ങളുടെയും, ഉഭയോഹോ രണ്ട്, സേനയോഹോ സൈന്യങ്ങളുടെ, സേനയോഹോ ഉഭയോഹോ രണ്ട് സൈന്യങ്ങളുടെയും, മധ്യേ മധ്യത്തിൽ, വിഷീദന്തം ദുഃഖിക്കുന്നവനോട്, ഇദം ഈ, വചഃ വാക്ക്. ഹേ ഭാരത ധൃതരാഷ്ട്രരെ, രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിൽ വെച്ച് വിഷാദിക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ജീവിത പാഠം നോക്കാം. നമ്മുടെ യുക്തികൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം ആരംഭിക്കുന്നത്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ ഒരു പുഞ്ചിരിയോടെ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനും ശരിയായ വഴികാട്ടിയെ കേൾക്കാൻ തയ്യാറാകുകയും വേണം. ശ്ലോകം കേൾക്കാം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ.
उवाच हृषीकेशः प्रहसन्निव भारत सेनयोरुभयोर्मध्ये विषीदन्तमिदं वचः. ഈ ശ്ലോകങ്ങളിലൂടെ അർജുനന്റെ വിഷാദം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആയുധം താഴെ വെച്ച് മൗനിയായ അർജുനൻ ഒരു ശിഷ്യൻ ഗുരുവിനെ കാത്തിരിക്കുന്നത് പോലെ നിശബ്ദനാകുന്നു. എന്നാൽ ഇതിനോടുള്ള ഭഗവാന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. പരിഭ്രമിക്കുന്ന അർജുനനെ നോക്കി ഭഗവാൻ പുഞ്ചിരിക്കുന്നത് വരാനിരിക്കുന്ന മഹത്തായ ജ്ഞാനോദയത്തിന്റെ സൂചനയാണ്. അർജുനന്റെ ഈ മൗനത്തിന് മറുപടിയായി മനുഷ്യന്റെ അജ്ഞാനത്തെ നീക്കുന്ന ഭഗവാന്റെ വിശ്വോത്തരമായ ജ്ഞാനോപദേശം അടുത്ത ശ്ലോകം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ധന്യവാദാः. ഹരേ കൃഷ്ണ.